ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരമാണ്. ഉണ്ണികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെട്ട ഒരു 4 മണി പലഹാരമാണ് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് നമ്മുടെ വീട്ടിലെല്ലാ വീട്ടിലും ഒരുപോലെ ഉണ്ടാവണ ഒരു സാധനമാണ്. അപ്പോൾ പപ്പടം വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേ കുറച്ച് പപ്പടമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ പലഹാരം ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഒരു പ്ലേറ്റിൽ ഇത് കുറച്ച് പപ്പടം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതേ കുറച്ച് നാളികേരം ചെരുക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ 1/2 കപ്പ് നാളികേരമാണ് ഞാൻ ചെരുക്കി വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒന്നില്ലെങ്കിൽ ശർക്കര ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തുള്ളത്. അതിപ്പോൾ 1 ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇത് ഒന്ന് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഒരു പപ്പടം എടുത്തിട്ട് ഇതേപോലെ ഈ പപ്പടത്തിൻ്റെ എല്ലാ സൈഡും കണ്ടില്ലേ, എല്ലാ സൈഡും ഒന്ന് വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഒന്ന് നനച്ച് കൊടുക്കുക. ഇങ്ങനെ നനച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് നാളികേരത്തിൻ്റെ ഫില്ലിങ് എടുത്തിട്ട് ഇതേപോലെ ഇതിൻ്റെ സെൻട്രൽ പോർഷനിലായിട്ട് വെക്കുക. ഇങ്ങനെ വെച്ചിട്ട് ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് അടച്ച് ഇതേപോലെ അമർത്തി കൊടുക്കുക. കണ്ട, ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് വെള്ളം വെച്ചിട്ട് തന്നെ ഒന്നിങ്ങനെ ആക്കിയോളൂ. അപ്പോൾ 2 സൈഡും ഒട്ടി വരണം. ആദ്യം തന്നെ ആക്കുമ്പോൾ ഒട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. 2 മിനിറ്റ് ഇതുപോലെ ഒന്നിങ്ങനെ ഒന്നാക്കി കൊടുത്താൽ മതി കേട്ടോ. പെട്ടെന്ന് ഒട്ടും. ഇനി ഇപ്പം ചില സൈഡ്, ഇപ്പോൾ ഒരു പപ്പടത്തിൻ്റെ തന്നെ ചില സൈഡിൽ ഗ്യാപ്പ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല. നമ്മളത് പൊരിച്ചെടുക്കുമ്പോൾ കറക്റ്റ് അത് ഒട്ടിപ്പിടിച്ച് വരും കേട്ടോ. ഇതായിട്ടുണ്ട്. ഇതേപോലെ അടുത്ത പപ്പടവും കണ്ടല്ലേ, സൈഡൊക്കെ ഒന്ന് വെള്ളം കൊണ്ട് നനച്ച് കൊടുക്കുക. അതേ എല്ലാ സൈഡും നനച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടുഭാഗത്തായിട്ട് നമുക്ക് നാളികേരത്തിൻ്റെ ആ ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ നാളികേരത്തിൻ്റെ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ അടുപ്പിച്ച് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. വെള്ളം ഉപയോഗിച്ചിട്ട് തന്നെ കൈ നനച്ചിട്ട് ഇതുപോലെ ആക്കി കൊടുത്താൽ മതി. അപ്പോൾ അത് ഒട്ടി വരും കേട്ടോ. കണ്ടോ, ഒട്ടുന്നുണ്ട്. ഇങ്ങനെ ആക്കി കൊടുത്താൽ പെട്ടെന്ന് ഒട്ടും കേട്ടോ. അത് പറഞ്ഞ് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടെങ്കിലും നമ്മൾ വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് അത് എടുക്കുമല്ലോ, ആ സമയത്ത് അതൊന്നുകൂടി ഒട്ടി വരും. ഇനി ഇതുണ്ടാക്കാനായിട്ട് ഞാൻ അടുപ്പത്തൊരു ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. കണ്ടത് ഒരു സൈഡ് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ പപ്പടം വെറുക്കില്ലേ, അതുപോലെ ഒരു സൈഡ് ആയിക്കഴിഞ്ഞാൽ അടുത്ത സൈഡ് ആവാൻ വേണ്ടിയിട്ട് ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കുക. പ്രത്യേകിച്ച് വേവൊന്നുമില്ല. നമ്മൾ പപ്പടം വീർത്ത് കഴിഞ്ഞാൽ കുത്തിയെടുക്കില്ല ചെയ്യും. അതുപോലെ തന്നെ ഇപ്പം ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി വെളിച്ചെണ്ണയിൽ നിന്ന് കോരിയെടുക്കാം കേട്ടോ. ഇതേപോലെ അടുത്തതും നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ഒരു പലഹാരമാണ്.
അതുപോലെ തന്നെ ഉണ്ണികൾക്കാണെങ്കിലും 4 മണിക്ക് സ്കൂൾ വിട്ട് വരുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി വെച്ച് കൊടുത്താൽ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടണടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വരുന്ന ഓൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ വരുന്നവരെ നന്ദി, നമസ്കാരം.